ഇന്ന് നമുക്കൊരു മീനച്ചാർ ഉണ്ടാക്കാം. ഞാൻ 1/2 കിലോ ചൂരമീനാണ് എടുത്തേക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തിട്ട് മീനെല്ലാം നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ആ സെയിം ഓയിലിലോട്ട് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കായം കൂടെ ചേർക്കുന്നുണ്ട്. കായം വേണമെങ്കിൽ പൊടിയായിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീനച്ചാർ ഇവിടെ റെഡിയാണ്.